വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിൽ വിത്ത് പൊന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവുകയാണ് ഗൈസ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോവാണ്. പക്ഷേ ആ എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ മതി. ഇപ്പം നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ഇപ്പം നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വഴി ഭയങ്കര വിശപ്പ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ ഭയങ്കര ടയേർഡാണ്. പൊന്മുടി എത്തിയില്ലായിരുന്നു, ഞാൻ ടയേർഡാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. കഴിച്ച് കഴിഞ്ഞിട്ട് എനർജി വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ്. സ്പൈസിയാണ്, നല്ല സ്പൈസിയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് അങ്ങനെ ഒരുപാട് നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല. ഉള്ളതിൽ നല്ലതെന്ന് തോന്നിയ ഒരെണ്ണത്തിലേക്ക് ഞങ്ങൾ കയറി ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെയും പൊന്മുടിയിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും പൊന്മുടിക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ മൂന്നാറൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. മൂന്നാർ പോലെ ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് 61 കിലോമീറ്റേഴ്സാണ് പൊന്മുടിയിലേക്കുള്ളത്. സീ ലെവലിൽ നിന്ന് 3600 ഫീറ്റ് എബോവ് ആണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ട്. കുറച്ച് ഉള്ളിലേക്ക് വരുമ്പം കുറച്ച് തണുപ്പൊക്കെ ഇങ്ങനെ കൂടി വരും. എന്നാലും വലിയ തണുപ്പൊന്നും ഇല്ല. ഭയങ്കര എക്സ്പെക്റ്റേഷനിലൊന്നും പോകണ്ട. മൂന്നാറൊക്കെ പോയതുപോലെ വെച്ചിട്ട് പോകുമൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ പോയ ടൈം നല്ല ബെസ്റ്റ് ടൈമായിരുന്നു ഗൈസ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. നല്ല നട്ട് ഉച്ചയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം തണുപ്പും വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അങ്ങ് എത്തുമ്പോഴേക്കും പോകുന്നെങ്കിൽ ഒന്നെങ്കിലും ഏർലി മോർണിംഗ് പോകണം, അല്ലെങ്കിൽ ഈവനിങ് പോകണം. ഞങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടും വലിയ പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നു. അത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ടൈമെല്ലാം നേരെ തിരിച്ചാണ്. ഞങ്ങൾ അല്ലെങ്കിൽ എവിടെ പോയാലും നേരെ തിരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എങ്ങനെയാണ് പൊന്മുടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞങ്ങൾ പോയത്. എപ്പോഴും നമ്മൾ എല്ലാവരും പോകുന്ന ടൈമിലല്ലല്ലോ നമ്മൾ പോകേണ്ടത്. നമ്മൾ വെറൈറ്റി നോക്കണം. ഉച്ചയ്ക്ക് എങ്ങനെയുണ്ട് പൊന്മുടി കാണാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത്. അല്ലാതെ ഞങ്ങൾ ഉറക്കം എഴുന്നേൽക്കാൻ ലേറ്റ് ആയതുകൊണ്ടല്ല ഗൈസ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് പൊന്മുടിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേയുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. പെർ പേഴ്സൺ ആണ് ടിക്കറ്റ്. പിന്നെ വണ്ടി ഏതാണ് അതിനനുസരിച്ച്, ബൈക്കാണെങ്കിൽ ബൈക്ക്, അല്ലെങ്കിൽ കാറ്. ഞങ്ങൾ 2 പേരും പ്ലസ് ബൈക്കിനും കൂടെ റൗണ്ട് ചെയ്ത് 100 റുപ്പീസായി. ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ കാർഡ് അത് 2 എടുക്കുള്ളൂ. UPI ഗൂഗിൾ പേ ഒന്നുമില്ല. ഞങ്ങൾ കാർഡാണ് കൊടുത്തത്. ഞങ്ങളുടെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നാൽ ക്യാഷ് ഓർ കാർഡ് എടുത്തു. അവിടുന്ന് നേരെ കയറി. ഇതിന് ശേഷമാണ് മക്കളെ വ്യൂ. ഇങ്ങോട്ടായിരുന്നു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നത്. ഞാൻ ശരിക്കും സർപ്രൈസായി. എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ കുറച്ച് എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ കയറിപ്പോയി. അപ്പോൾ അവിടെയാണ് നമുക്ക് അടുത്തൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എടുത്ത ടിക്കറ്റ് നമ്മൾ ആ ഒരു പോയിന്റിൽ കാണിക്കണം. പക്ഷേ ആ പോയിന്റിലെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ ആ ടിക്കറ്റ് അവിടുന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അവർ ചെക്ക് ചെയ്ത് ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ അകത്തോട്ട് വിടുള്ളൂ. അപ്പോൾ ആ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറിപ്പോയി. പൊന്മുടി എത്താറായി. ഇനി പൊന്മുടിക്ക് എന്തുകൊണ്ടാണ് പൊന്മുടി എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ അവിടെ മൊത്തം മലകളാണല്ലോ. അപ്പോൾ ഈ മലകളിലെ ദൈവങ്ങൾ മലയിൽ പൊന്നു സൂക്ഷിച്ചിരുന്നു. ഒറിജിനൽ ഗോൾഡ്. ഈ പൊന്നിനെ പോലെ വിലമതിക്കാനാവുന്ന കുറേ ഗോൾഡുകൾ അവിടെ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ആദിവാസികളെല്ലാം വിശ്വസിച്ചിരുന്ന അവിടെ ഗോൾഡ് ഉണ്ടെന്നാണ്. അതിനെയാണ് പൊന്മുടി എന്ന് പേര് വന്നത്. അടിപൊളിയല്ലേ ഗൈസ്? ഇനി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിത് മാത്രമേ അറിയുള്ളൂ. അറിയുന്നവർ കമൻറ്റ് ബിലോ. അങ്ങനെ നമ്മൾ പൊന്മുടി ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ നമുക്ക് വണ്ടി വെച്ചിട്ട് അകത്തേക്ക് നടന്നു പോകാം. ഇതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. അപ്പം നമുക്ക് വണ്ടിയെല്ലാം ഇത് കാറാണ്. ലെഫ്റ്റ് സൈഡിൽ ബൈക്ക്, 2 വീലർ 4 വീലറും സെപ്പറേറ്റ് ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് അകത്തേക്ക് പോകുമ്പോഴാണ് വ്യൂ കാണാൻ പറ്റുന്നത്. ഈ വഴി നമ്മൾ നേരെ നടന്നു പോകണം. നേരെ നടന്നു പോകുമ്പോൾ നമ്മൾ ആ പോയിന്റിലെത്തും. പിന്നെ നമ്മൾ പൊന്മുടി വരുന്ന ടൈമിൽ 22 ഹെയർ പിൻ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 22 വളവുകൾ കയറി വേണം നമ്മൾ എത്താൻ. കയറി വരുമ്പോൾ നമ്മളെ ചെവിയൊക്കെ അടയും. അതിനുശേഷം നമുക്ക് ഈ വ്യൂ കാണാം. നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട്. നടന്ന് കുറച്ച് മുന്നിലോട്ട് വരുമ്പോൾ ആണ് ഈ അടിപൊളി വ്യൂ നമ്മൾ കാണുന്നത്. ഇതാണ് ഗൈസ് പൊന്മുടി.
ഗൈസ് അടിപൊളി സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ എൻജോയ് ചെയ്ത് വരണം. രണ്ടുപേര് മാത്രമായിട്ട് വന്നാൽ ഭയങ്കര ബോറായിരിക്കും, എൻജോയ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ എനിക്കൊന്ന് ബെസ്റ്റ് ടൈം വരുന്നത് രാവിലെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈവനിങ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി. തലയ്ക്ക് ഭ്രാന്തുള്ള 2 പേരാണ് ഉച്ചയ്ക്ക് നട്ടപ്പുറ വെയിലത്ത് ഇവിടെ വന്ന് നിൽക്കുവാണ് ഗൈസ്. പക്ഷെ അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കുട നിങ്ങൾ കൊണ്ടുവരണം ഗൈസ്. ഉറപ്പായിട്ടും കുട എടുത്തിരിക്കണം. ഉച്ചയ്ക്ക് വരുന്നവരാണെങ്കിൽ ഞങ്ങൾ കുട എടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത ബുദ്ധിപരമായ കാര്യം ഞാൻ ചെയ്തത് കുട എടുത്തു. നിങ്ങൾ കുട എടുത്തു, കുടയുടെ കൂടെ പറന്നു പോകാൻ സൂക്ഷിച്ചു. ബൈ ഗൈസ്, നമ്മൾ പോവുകയാണ് ഗൈസ്. പൊന്മുടി വന്നു. ഇതെല്ലാം കണ്ട് നല്ല അടിപൊളി വേണം. ഒത്തിരി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 3-4 മലകളൊക്കെ ഉണ്ട്. അത് അവിടെ ഒരു പോയിൻ്റാണ്. അവിടെയൊക്കെ കയറാം. പക്ഷെ നമ്മൾ കുറച്ച് കയറിയുള്ളൂ. നല്ല വെയിലുണ്ട്. കുട എടുത്തത് നല്ല രക്ഷയുണ്ട്. പക്ഷെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 മണിയാകാറായി. ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ മാറി നല്ല, പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റാണ്. ഉച്ചയ്ക്ക് വന്നാലും നല്ല തണുത്ത കാറ്റാണ്. നല്ല വ്യൂ ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ ആയിരിക്കും. മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങും. പിന്നെ ഇപ്പോൾ ന്യൂ ഇയർ ആയി. 31st ആണ് ഇന്ന്. ന്യൂ ഇയർ ആണ്. നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഓഫ് ദി ഇയർ 2023 നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും, നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാം. ഹായ് ഗൈസ്, വീണ്ടും വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ പൊന്മുടിയിൽ നിന്നൊക്കെ വന്നു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ന്യൂ ഇയർ ആണ്. എവിടെ പോകണമെന്ന് ആലോചിച്ച് ഞങ്ങൾ ആദ്യം നേരെ വർക്കലയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ഫ്ലോപ്പായി. അതിനുശേഷം ഞങ്ങൾ കോവളം പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കോവളത്ത്. ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. കനകക്കുന്ന് പാലസിൽ ആണ് വീണ്ടും വന്നത്. ഫുള്ള് ലൈറ്റായിരുന്നു, അടിപൊളിയായിരുന്നു ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. പിന്നെ എൻ്റെ തലയിലിരിക്കുന്ന ഈ കിരീടം അവിടെ എങ്ങും ഇല്ല ഗൈസ്. അവിടെ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുമായിരുന്നു. ബിക്കോസ് അവിടെ കിട്ടില്ല. ഞാനിത് കോവളത്തു നിന്നാണ് മേടിച്ചത്. അതും കൊണ്ട് ഞാൻ ഇവിടെ നടന്ന് കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ചു. ആളുകൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്. അവിടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഫാമിലി ആയിരുന്നു ഫുള്ള്. നല്ല വൈബായിരുന്നു. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ന്യൂ ഇയർ ഞങ്ങൾ കനകക്കുന്നിൽ ആഘോഷിച്ചു ഗൈസ്. അപ്പോൾ 2024 ആയി ഗൈസ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ആക്ച്വലി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് 10-18 ദിവസമായി. വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയി. ബിക്കോസ് വീഡിയോ എടുക്കുന്ന എഡിറ്ററിന് കുറച്ച് തിരക്കായിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാലും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എടുത്ത് പറയാനുള്ളത് അവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഇട്ടു. അവിടെ എല്ലാം കറങ്ങി നടന്നു, എല്ലാം കണ്ടു. ബട്ടർഫ്ലൈയിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാത്തിൻ്റെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നടന്നപ്പോൾ എവിടുന്നോ ദൂരത്തു നിന്ന് ഒരു പാട്ട് കേട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി അവിടെ ചെന്നു. അത് കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു പ്രോഗ്രാം നടത്തുന്നത്. നല്ല അടിപൊളി പാട്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം പാട്ടൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. കുറച്ച് നേരം അവിടെ തന്നെ വായി നോക്കി നിന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ. ഇതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെതാണ്. പുള്ളി പറയുന്നത് പോലെ ഞാൻ വരൂ, നടക്കൂ, ഓടൂ. അവിടെ മിന്നി കുറേ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ നടന്നു, ഓടി. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ ഭയങ്കര സിനിമാറ്റിക് ഷോട്ടാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണണം. എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഗൈസ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ചെറിയ ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ലൈറ്റായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട്
വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു ഓൾമോസ്റ്റ് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുവരെ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. പക്ഷെ 1 മണിയാകുമ്പോൾ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്തു. 1 മണിക്ക് ക്ലോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളെ ന്യൂ ഇയർ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഇനി ഇതുപോലെ ലാഗ് വരാതെ ഞങ്ങൾ ഉടനെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.